Hello dear friends, I greet you all in a Jesus is alive. యేసు సజీవుడిగా ఉన్నటువంటి వాడు. Jesus is alive. ఆయన సమక్షంలో నేను యేసు ప్రభువును చూడగలిగిన സഹോദരിയുടെ പേര് അരുണ എന്നാണ്. ഈ സഹോദരിക്ക് 16 വയസ്സുണ്ട്. 6 വയസ്സ് മുതൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന പ്രശ്നത്താൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. നടക്കുവാനും കളിക്കുവാനും ഓടുവാനും ഒന്നും പറ്റാതെ ഭാരത്തോടെ ഇരുന്ന ഈ സഹോദരിയെ പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ ആനന്ദ് അസ്റാം സ്റ്റേജിലേക്ക് വിളിച്ച് ഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകി സഹോദരിയെ അനുഗ്രഹിച്ചു. ഈ സഹോദരി ഇപ്പൊ നല്ലവണ്ണം നടക്കുവാനും ഒക്കെ കഴിയുന്നു. എല്ലാ മഹത്വവും ദൈവത്തിനുണ്ടായിരിക്കട്ടെ.
ഈ സഹോദരിക്ക് గ్రంథము 3వ అధ్యాయం 23వ వచనము. The curses to last. 28వ అధ్యాయం ద్వితీయోపదేశ కాండము. ഇരിക്കുമ്പോൾ ദൈവം ഈ സഹോദരിയുടെ മുഖം വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. യേശു ഈ മകളെ അധികമായി സ്നേഹിക്കുന്നുവെന്ന് ഡോക്ടർ ആനന്ദസ്ത്ര പറഞ്ഞുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി ഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഈ സഹോദരിയോടുള്ള സ്നേഹത്താലും ഡോക്ടർ ആനന്ദസ്ത്ര അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാലും കർത്താവ് ഈ സഹോദരിയെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. എല്ലാ മാനവും മഹത്വവും ദൈവത്തിനുണ്ടായിരിക്കട്ടെ. ഗോവിന്ദരാജൻ എന്ന ഈ സഹോദരന് പല വർഷങ്ങളായി ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുണ്ടായിരുന്നുള്ളൂ. ഇതിനാൽ ഈ സഹോദരൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ ആനന്ദസ്ത്ര ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ച് ഇദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവ് തന്റെ കരുണയാൽ സഹോദരനെ തൊട്ട് പരിപൂർണ സുഖം നൽകി അദ്ദേഹം കാഴ്ച പ്രാപിച്ച് സുഖമായി ജീവിക്കുന്നു. യേശുവിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഈ സഹോദരന്റെ പേര് ഭരത് എന്നാണ്. ജനിച്ച നാൾ മുതൽ ഈ സഹോദരന് കേൾവിയില്ല. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് കരുണാമയനായ യേശു ക്രിസ്തു ഡോക്ടർ ആനന്ദസ്ത്ര മുഖേന ഈ സഹോദരനെ സ്റ്റേജിലേക്ക് വിളിച്ച് സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് തന്റെ കരുണയാൽ സഹോദരനെ തൊട്ട് സഹോദരന് കേൾവി ശക്തി ലഭിച്ചു. ഇതിനെ സൗഖ്യപ്പെടുത്തിയ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഈ പൈതലിന് ജനനം മുതൽ കേൾക്കുവാനും സംസാരിക്കുവാനുമുള്ള ശേഷിയില്ലായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് യേശു ക്രിസ്തു ഈ മകളെ തൊട്ടു. ഡോക്ടർ ആനന്ദസ്ത്രയുടെ പ്രാർത്ഥന മുഖേന ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ടു. യേശുവിന് എല്ലാ മാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. സഹോദരിക്ക് കടന്ന ചില വർഷങ്ങളായി പല്ല് തേക്കുമ്പോൾ എപ്പോഴും മോണയിൽ നിന്ന് ചോര പൊടിയുമായിരുന്നു. എന്നാൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയിൽ സംബന്ധിച്ച സഹോദരിയെ ദൈവം മറന്നുപോയില്ല.
പ്രാർത്ഥനാ സമയത്ത് റെവറൻഡ് ഡോക്ടർ ജോഷുവ സഹോദരിയുടെ പ്രശ്നം വെളിപ്പെടുത്തി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട കർത്താവ് സഹോദരിയെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. സഹോദരി വിടുതൽ പ്രാപിച്ചു. എല്ലാ മാനവും മഹത്വവും യേശുക്രിസ്തുവിനുണ്ടായിരിക്കട്ടെ. സഹോദരന് കടന്ന പല വർഷങ്ങളായി നട്ടെല്ലിന് പ്രശ്നമുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഓപ്പറേഷൻ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ബെൽറ്റ് അണിഞ്ഞുകൊണ്ടാണ് സഹോദരൻ ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ വന്നത്. ഇദ്ദേഹത്തിന് കുനിയുവാനും നിവരുവാനും ഒരു ജോലി ചെയ്യുവാനും പറ്റില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് റെവറൻഡ് ഡോക്ടർ ജോഷുവ ഈ സഹോദരനെ സ്റ്റേജിലേക്ക് വിളിച്ച് സഹോദരന് വേണ്ടി ഭാരത്തോടുകൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട കർത്താവ് സഹോദരനെ പരിപൂർണ സൗഖ്യപ്പെടുത്തി സഹോദരനെ സാക്ഷിയായി നിർത്തി. ഇപ്പോൾ ആ സഹോദരന് നല്ലവണ്ണം കുനിയുവാനും നിവരുവാനും എല്ലാ ജോലി ചെയ്യുവാനും കഴിയുന്നു. എല്ലാ മാനവും മഹത്വവും യേശുക്രിസ്തുവിനുണ്ടായിരിക്കട്ടെ. ഇതേപോലെ ഈ യുവതിയും കഴിഞ്ഞ ചില വർഷങ്ങളായി നടുവേദന കാരണം വളരെ കഷ്ടപ്പെട്ടിരുന്നു. പ്രാർത്ഥനാ സമയത്ത് നടുവേദനയും നടുവില് പ്രശ്നമുള്ളവർക്ക് വേണ്ടിയും റെവറൻഡ് ഡോക്ടർ ജോഷുവ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ആ സമയം ഈ സഹോദരിയെ കർത്താവായ യേശുക്രിസ്തു തൊട്ട് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. എല്ലാ മാനവും മഹത്വവും കർത്താവിനുണ്ടായിരിക്കട്ടെ. ഒരു മാസമായി കുഞ്ഞിന് നടക്കുവാൻ കഴിയില്ലായിരുന്നു. ഇന്നലെ ഈ മീറ്റിംഗിന് അമ്മ ഈ മകനെ എടുത്തുകൊണ്ടാണ് വന്നത്. മീറ്റിംഗിന് ശേഷം ഈ കുഞ്ഞിന് സൗഖ്യം പ്രാപിച്ച് നല്ലവണ്ണം നടക്കുവാൻ സാധിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിനും സൗഖ്യപ്പെടുത്തിയ കർത്താവിനും എല്ലാ മാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. സഹോദരിക്ക് കഴിഞ്ഞ 20 വർഷമായി ഇടത് ചെവിയിൽ കേൾവിയില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് സഹോദരൻ ഈ സഹോദരിയെ സ്റ്റേജിലേക്ക് വിളിച്ച് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട കർത്താവായ യേശുക്രിസ്തു ഈ സഹോദരിയെ തൊട്ട് സുഖപ്പെടുത്തി. സഹോദരിക്ക് ഇപ്പോൾ നല്ലവണ്ണം കേൾക്കുവാനും സാധിക്കുന്നു. അത്ഭുതം ചെയ്ത യേശുക്രിസ്തുവിന് എല്ലാ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സഹോദരി കടന്ന 10 വർഷമായി മുട്ടുവേദന കാരണം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ 300 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ സഹോദരി ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വന്നത്. ശരിക്കും ഇരിക്കുവാനും നടക്കുവാനും ഒരു ജോലിയും ചെയ്യുവാനും ഈ സഹോദരിക്ക് കഴിഞ്ഞിരുന്നില്ല. വേഗത്തിൽ നടക്കുവാനും ഒന്നും ചെയ്യുവാൻ ഈ സഹോദരിക്ക് പറ്റുമായിരുന്നില്ല. എന്നാൽ ഈ സഹോദരിയുടെ വിശ്വാസത്തെ കണ്ട കർത്താവ്, പ്രാർത്ഥന കേട്ട യേശുക്രിസ്തു ഈ സഹോദരിയെ തൊട്ട് പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. ഇപ്പോൾ ഈ സഹോദരിക്ക് നല്ലവണ്ണം നടക്കുവാനും ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കുവാനും എല്ലാം ചെയ്യുവാനും കഴിയുന്നു. എല്ലാ മാനവും മഹത്വവും യേശുക്രിസ്തുവിനുണ്ടായിരിക്കട്ടെ.
ബാലന് ജനനം മുതൽ 5 മിനിറ്റ് ഇടവിട്ട് എപ്പോഴും ഫിറ്റ്സ് വരുമായിരുന്നു. ഈ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യുവാൻ ബാംഗ്ലൂരിലേക്കും കൊണ്ടുപോയിരുന്നു. എന്നാൽ ഈ മീറ്റിംഗിൽ വന്നാൽ കർത്താവ് സൗഖ്യപ്പെടുത്തും എന്ന് ഈ അമ്മയ്ക്കും കുടുംബത്തിനും വളരെ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഓപ്പൺ എയർ മീറ്റിംഗിൽ കൊണ്ടുവന്നാൽ കുഞ്ഞിന് പിന്നെയും തണുത്ത കാലാവസ്ഥ കാരണം ഫിറ്റ്സ് വരുമോ, കൂടുതൽ വഷളാവുമോ എന്നിവർ പേടിച്ചിരുന്നു. എന്നാലും കർത്താവ് അവരെ തൊടും, ഈ കുഞ്ഞിനെ തൊടും എന്ന വിശ്വാസത്തോടു കൂടി അവർ ഈ മീറ്റിംഗിൽ വന്നു. ഇവരുടെ വിശ്വാസത്തെ കണ്ട കർത്താവ്, പൈതലിന്റെ അവസ്ഥയെ കണ്ട കർത്താവ് ഈ കുഞ്ഞിനെ തൊട്ട് സൗഖ്യപ്പെടുത്തി. ഈ മീറ്റിംഗിന്റെ സ്ഥലത്ത് പ്രവേശിച്ചത് മുതൽ ഈ സമയം വരെ ഈ കുഞ്ഞിന് ഫിറ്റ്സ് വന്നിട്ടില്ല. കർത്താവ് ഈ കുഞ്ഞിനെ തൊട്ട് പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. യേശുക്രിസ്തുവിന് എല്ലാ മാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ബാലന് 6 വയസ്സുണ്ട്. 1 വയസ്സ് മുതൽ ഈ ബാലന് കൂടെ കാലുവേദന വന്നിരുന്നു. ഇതിനാൽ ഈ ബാലൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴും ഇവൻ വേദന വരുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ മീറ്റിംഗിന് വന്ന് പ്രാർത്ഥനാ സമയത്തും അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ കരച്ചിൽ നിർത്തി. അമ്മ അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ കരച്ചിൽ നിർത്തിയെന്ന്. എന്റെ വേദന മാറിപ്പോയി എന്ന് അവൻ സന്തോഷത്തോടു കൂടെ പറഞ്ഞു. അവനെ കർത്താവ് എത്രയും വർഷത്തെ പ്രയാസം മാറ്റി, അവന്റെ കാലുവേദന മാറ്റി സഹോദരനെ ബാലനെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. യേശുക്രിസ്തുവിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സഹോദരന്റെ പേര് ശ്രീനിവാസുലു എന്നാണ്. ഈ സഹോദരൻ കടന്ന പല വർഷങ്ങളായി മാനസിക പ്രശ്നത്താൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സഹോദരന്റെ ജീവിതത്തിൽ വലിയൊരു ഷോക്ക് ഉണ്ടായി. അതിനുശേഷം ഈ സഹോദരൻ ഒരിക്കലും വീട്ടിലുണ്ടായിരിക്കില്ല. വീതികളിലും കല്ലറകളിലുമൊക്കെയായി സഹോദരൻ അലഞ്ഞു നടന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബം ഇദ്ദേഹത്തെ വളരെയധികം പേടിച്ചിരുന്നു. അദ്ദേഹത്തെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് വീട്ടിലിട്ടിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും വിടുതൽ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ ഈ കുടുംബം സഹോദരനെ ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ ആനന്ദസ്ത്ര സഹോദരനെ പേർ ചൊല്ലി വിളിച്ച് സ്റ്റേജിലേക്ക് വിളിച്ച് സഹോദരനായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് കരുണാമയനായ യേശുക്രിസ്തു സഹോദരനെ തൊട്ട് സഹോദരൻ സംസാരിക്കുവാനും ഒക്കെ തുടങ്ങി. എല്ലാ മാനവും മഹത്വവും യേശുവിനുണ്ടായിരിക്കട്ടെ. ഈ സഹോദരന് കഴിഞ്ഞ 8 വർഷമായി കാഴ്ചശക്തി ഇല്ലായിരുന്നു. അദ്ദേഹവും അതിനാൽ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ ആനന്ദസ്ത്ര കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കാഴ്ചശക്തി പ്രാപിക്കുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ഈ സഹോദരനെ സ്റ്റേജിലേക്ക് വിളിച്ച് ഈ സഹോദരനായി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു തന്റെ കരങ്ങളാൽ സഹോദരനെ തൊട്ട് സഹോദരന് കാഴ്ചശക്തി നൽകി. എല്ലാ മഹത്വവും യേശുവിനുണ്ടായിരിക്കട്ടെ.
ഹമീദ എന്ന ഈ യുവതിക്ക് 4 ദിവസം മുമ്പ് പെട്ടെന്നൊരു കോച്ചിലുണ്ടായി. അവളുടെ സഹോദരനും സഹോദരിയും അമ്മയും ഹമീദയെ മീറ്റിങ്ങിന് എടുത്തുകൊണ്ടാണ് വന്നത്. അവളെ എന്ത് ഉപദ്രവിക്കുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവളുടെ നെഞ്ചിൽ എന്തോ ഒരു ശക്തി ഇരിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവരുടെ കൈയും കാലും അനക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. കൈയും കാലുകളും വളഞ്ഞ് അവൾക്കത് സ്വമേധ അനക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ ആനന്ദസ്ത്ര രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: യേശുക്രിസ്തു ഇപ്പോൾ രോഗികളുടെ അടുത്ത് വന്ന് അവരെ സൗഖ്യപ്പെടുത്തുന്നു. ആ നിമിഷത്തിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത ഈ യുവതി യേശുവിനെ വെള്ള വസ്ത്രം ധരിച്ചവനായി അവൾക്ക് മുൻപായി കണ്ടു. യേശു തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ട് എന്തോ ഒന്ന് വലിച്ചെടുത്തു. അവളെ ഉപദ്രവിച്ചിരുന്ന അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. അവൾ സമ്പൂർണ്ണ വിടുതൽ പ്രാപിച്ചു. അവളുടെ കൈകളിലെയും കാലിലെയും ബന്ധനങ്ങൾ അഴിക്കപ്പെട്ടു. അവൾ എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് വന്ന് ദൈവം തനിക്ക് ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യേശുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കരീം ബാഷ എന്ന ഈ സഹോദരന് കഴിഞ്ഞ 20 വർഷമായി കേൾവിശക്തിയില്ലായിരുന്നു. ഇതിനാൽ ഈ സഹോദരനും കുടുംബവും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ സഹോദരന്റെ അമ്മയും അദ്ദേഹത്തിന്റെ സഹോദരിയും വിശ്വാസത്തോടുകൂടെ ഈ സഹോദരനെ ഈ പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ ആനന്ദസ്ത്ര സ്റ്റേജിൽ നിന്ന് സഹോദരനെ വിളിച്ചു. അമ്മയോടും സഹോദരിയോടും ഈ സഹോദരന്റെ ചെവിയിൽ അവരുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. കരുണാമയനായ യേശുക്രിസ്തു ഈ സഹോദരനെ തൊട്ട് അപ്പോൾ തന്നെ സൗഖ്യം നൽകി. സഹോദരൻ സ്റ്റേജിലേക്ക് വന്ന് ദൈവനാമ മഹത്വത്തിനായി തന്റെ സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിന് നല്ലവണ്ണം കേൾക്കുവാനും കഴിയുന്നുണ്ട്. എല്ലാ മാനവും മഹത്വവും യേശുക്രിസ്തുവിനുണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സഹോദരി കഴിഞ്ഞ ചില മാസങ്ങളായി ട്യൂമർ കാരണം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ഈ ട്യൂമറിന്റെ വേദന കാരണം ശാരീരികമായും മാനസികമായും ഈ സഹോദരി വളരെ പ്രയാസം അനുഭവിച്ചിരുന്നു. എന്നാൽ മീറ്റിംഗിൽ പങ്കെടുത്ത ഈ സഹോദരിയെ കണ്ട കൃപ നിറഞ്ഞ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനാ വേളയിൽ ഡോക്ടർ ആനന്ദസ്ത്ര മുഖേന സഹോദരിയെ സ്റ്റേജിലേക്ക് വിളിച്ച് സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് സഹോദരിയെ അനുഗ്രഹിച്ചു. അന്ന് രാത്രി സഹോദരി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ട്യൂമർ കർത്താവ് എടുത്തു കളഞ്ഞു. എല്ലാ മാനവ മഹത്വവും യേശുവിനുണ്ടായിരിക്കട്ടെ. ആമേൻ. ലക്ഷ്മി എന്ന ഈ സഹോദരിക്ക് കഴിഞ്ഞ 30 വർഷമായി കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് കർത്താവായ യേശുക്രിസ്തു സഹോദരിയെ തൊട്ട് സുഖപ്പെടുത്തി. കർത്താവിന് സ്തോത്രം. സ്നേഹവാനായ കർത്താവ് ഈ സഹോദരിയെ 9 വർഷത്തെ ഫിറ്റ്സിൽ നിന്നും പാരാലിസിസിൽ നിന്നും വിടുവിച്ച് പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. എല്ലാ മാനവ മഹത്വവും യേശുക്രിസ്തുവിന്റെ നാമത്തിന് തന്നെ. ഈ സഹോദരി കഴിഞ്ഞ ചില വർഷങ്ങളായി മാരകമായ ഒരു രോഗത്താലും തലച്ചോറിൽ ട്യൂമറിനാലും വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. ഡോക്ടർ ആനന്ദസ്ത്ര സ്വകാര്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു ഈ സഹോദരിയെ കുറിച്ച് വെളിപ്പെടുത്തി സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. മീറ്റിംഗിൽ ഈ സഹോദരി വിശ്വാസത്തോടു കൂടി പങ്കെടുത്തു. സഹോദരൻ ഡോക്ടർ ആനന്ദസ്ത്ര ഈ സഹോദരിയെ സ്റ്റേജിലേക്ക് വിളിച്ച് സഹോദരിയുടെ പ്രശ്നങ്ങളും സഹോദരിയുടെ രോഗവും വെളിപ്പെടുത്തി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സഹോദരിക്ക് അർബുദമുണ്ടായിരുന്നു. ഇവരുടെ കണ്ണുകളും വായുമെല്ലാം ഈ രോഗം കാരണം പ്രവർത്തിക്കാതെയായി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് തീർച്ചയായും പറഞ്ഞു. എന്നാൽ സ്നേഹവാനായ കർത്താവ്, പ്രാർത്ഥന കേട്ട കർത്താവ് ഈ സഹോദരിയെ പരിപൂർണമായി സുഖപ്പെടുത്തി. യേശുവിന്റെ നാമത്തിന് സ്തോത്രം.
ഈ സഹോദരൻ തന്റെ കാൽമുട്ടിലെ ക്യാൻസർ ട്യൂമർ കാരണം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ഈ സഹോദരന്റെ മകൻ ഇദ്ദേഹത്തോട് മീറ്റിംഗിന് പോകുവാൻ അപേക്ഷിച്ചു. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് ഈ സഹോദരനെ കണ്ട കർത്താവ് ഈ സഹോദരനെ തൊട്ടു. ആ അർബുദമുഴ മറഞ്ഞുപോയി. അവിടെ ഇപ്പോൾ അത് ഉണ്ടായിരുന്ന അടയാളം പോലും ഇല്ല. മുട്ടിലെ വേദന കാരണം ടോയ്ലറ്റിൽ പോകുവാനും പോലും ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ സൗഖ്യം പ്രാപിച്ച് ഈ സഹോദരൻ ഇപ്പോൾ നല്ലവണ്ണം നടക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും സാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിനുണ്ടായിരിക്കട്ടെ.